ഹായ് ഗായ്സ്, വെൽക്കം ടു JJ Vlogs. ദിസ് ഈസ് JJ ഹിയർ. നമ്മുടെ വണ്ടിക്ക് ചെറിയ പണിയൊക്കെ ചെയ്യാനായിട്ട് പോകാൻ ഇറങ്ങാണ്. ചെറിയ പണി എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഫുള്ള് മാനാണ്. നമ്മുടെ ഫസ്റ്റ് പ്ലാനിലുണ്ടായിരുന്ന ഒരു പണിയാണത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ പണിയൊക്കെ കിട്ടിയോണ്ട് അത് ഡിലേ ആയിട്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും നമ്മൾ പോയിട്ട് തകർക്കാൻ പോവാണ്. അവിടെ ചെന്നിട്ട് കാണിക്കുക ഏതാ ചെയ്യാൻ പോണേ, ഏത് സസ്പെൻഷൻ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ലെറ്റ്സ് ഗോ. നമ്മൾ അയൺമാനാണ് നമ്മുടെ വണ്ടിക്ക് ചെയ്യുന്നത്. അയൺമാൻ സസ്പെൻഷൻ, നൈട്രോ പിസ്റ്റൺ. അപ്പോൾ അവരുടെ ഷോറൂമിലുള്ള ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ലോഡ് സസ്പെൻഷൻ്റെ, ലേറ്റിൻ്റെ, ഓഫ് റോഡ് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് വണ്ടിക്ക് മാത്രമല്ല, ക്യാമ്പിങ്ങിനുള്ള കാര്യങ്ങൾ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ഷോക്ക് സെറ്റ് ചെയ്യാനുള്ള ലിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിലേക്ക് വണ്ടി കയറ്റിയിട്ടേക്കാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ. ഓൾറെഡി ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഞാനൊരു 2 ഇഞ്ച് കൂടിയും കൂടുതൽ ചെയ്യാനുള്ള പ്ലാനാണ്. ടോട്ടൽ 4 ഇഞ്ച് ലിഫ്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി റെഡിയാക്കി ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ അവർ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വണ്ടി സസ്പെൻഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ലിഫ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണതാണ്. നമ്മുടെ സസ്പെൻഷൻ ഇവിടെ വന്നു. നൈട്രോ ഗ്യാസിൻ്റെ 4 ഇഞ്ച് ലിഫ്റ്റ് നമുക്ക് തരുന്ന സസ്പെൻഷനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോസും വിഷ്വൽസും ഒക്കെ ഇതിന് പുറകെ കാണാം. ഇതാണ് നമ്മൾ ചെയ്യണ സസ്പെൻഷൻ. ഷോക്ക്, ലീഫ്, അങ്ങനെ എക്സ്ട്രാ വേണ്ട പാർട്സ്, കോയിലെല്ലാം റെഡിയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിക്ക് മോർ ദാൻ 20 years പഴക്കമുണ്ട്. അപ്പം അന്ന് എപ്പോഴും ചെയ്ത സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇരിക്കണം. അപ്പം എത്ര വർഷം കൊണ്ട് ചെയ്താണ്, ഇങ്ങനെ ഒന്ന് ഊരിയ പാർട്സും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് നല്ലോണം WD-40 കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ശ്രദ്ധയോടെയാണ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരണം. ഇൻ കേസ് അത് സ്ക്രൂ ഊരണ നേരത്തെ ഞെട്ടെങ്ങനെ പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും. പിന്നെ പണിയൊക്കെ ഡബിളാകും. അതുകൊണ്ട് അവർ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പ്രിങ് വരുന്നത്. സ്പ്രിങ്ങും പിന്നെ നൈട്രോ പിസ്റ്റൻ്റെ ഷോക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള രണ്ടിൻ്റെയും കമ്പാരിസൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 2 ഇഞ്ച് കൂടിയും നമുക്ക് കൂടുതൽ സസ്പെൻഷനിൽ അപ്ഗ്രേഡ് കിട്ടും. ടോട്ടൽ ഒരു 4 ഇഞ്ച്. അങ്ങനെ നമ്മൾ പഴയ പാർട്സ് ഊരി എടുത്തോടത്തേക്ക് പുതിയത് കണക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണതാണ്. സസ്പെൻഷൻ്റെ സ്പ്രിങ് കയറ്റി ഇടുമ്പോഴും ഊരുമ്പോഴും ശ്രദ്ധിക്കണം. അതൊരു ടെമ്പറിൽ ഒരു ലോക്ക് വെച്ചിട്ട് അവർ ചെറുതാക്കിയിട്ടാണ് അത് കയറ്റി വിടുന്നതും ഊരിയെടുക്കുന്നതും. ആ ലോക്ക് മര്യാദയ്ക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഊരി പോരണമെന്നുണ്ടെങ്കിൽ ഊരി ഒറ്റ അടി അടിക്കും. നല്ല ഇഞ്ചുറീസ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്.
ഇപ്പം ഒരു സൈഡിൽ ഇട്ട് രണ്ടാമത്തെ സൈഡിലാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷോക്ക് കഴിഞ്ഞു. ഇതിന് സ്റ്റിയറിംഗ് സ്റ്റെബിലൈസറാണ്. പഴയതും പുതിയതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിൽ സ്റ്റിയറിംഗ് സ്റ്റെബിലൈസറിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം വരുന്നൊരു കിറ്റിൻ്റെ ഒപ്പം വരുന്നൊരു സസ്പെൻഷനാണ് അത്. അങ്ങനെ അതോടുകൂടി ഫ്രണ്ടിലെ പണി ഫുള്ള് കഴിഞ്ഞു. സസ്പെൻഷനും സ്റ്റിയറിംഗ് സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെ മാറ്റി. ഇനി ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ടതാണ്. ബാക്കിൽ ലീഫും പിന്നെ ഷോക്കാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ വർക്ക് കഴിഞ്ഞ് ബാക്കിൽ വർക്ക് തുടങ്ങാറായപ്പോഴേക്ക് ഇന്ന് ഇവിടെ തീരണയാണ്. അപ്പോൾ ഒരു വർക്ക് ഇവിടെ നിർത്തി വെച്ചിട്ട് ബാക്കി നാളെ തുടങ്ങാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തായാലും വിഷ്വൽസും കാര്യങ്ങളൊക്കെ നാളെ നോക്കാം നമുക്ക്. ഇവിടെ എന്തായാലും ഈ പണി തീർത്തിട്ട് ബാക്കിൽ പണി ഫുള്ളായിട്ട് അവർ നാളെ ചെയ്ത് തീർത്തരാന്നാണ് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിൽ ബാക്കിൽ സസ്പെൻഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തോടുകൂടി പണിയൊക്കെ കഴിയും. ബാക്കിൽ സസ്പെൻഷനൊക്കെ റെഡിയാക്കി ഇനി ആ ഒന്ന് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു നോക്കി എന്നിട്ട് വണ്ടി തന്നെ കിട്ടും. തന്നെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ സെറ്റാക്കാം. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഷോക്ക് അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ലീഫ് ഇതുവരെ അവർ തൊട്ടിട്ടില്ല. അപ്പോൾ ലീഫിൻ്റെ കാര്യത്തിൽ അവർക്ക് പേടിയാണ്. അങ്ങനെ പണി നടക്കുമ്പോൾ ഇവിടെ ഉള്ള മാനേജർ, ഇവിടെ ഒരു പട്ടിയാണ് ഇത്. പുള്ളി എല്ലാ ദിവസവും വർക്കിന് വരുമ്പോൾ ഇവിടെ കൊണ്ട് കെട്ടും. അത് തിരിച്ചു പോകുമ്പോൾ അതിനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകും. അപ്പം അതിനെ കണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. കോട്ടി അടിച്ച് ബേജാറൊക്കെ നെറ്റൊന്നും ഊരിയിട്ട് കിട്ടല്ല. ഭയങ്കര ടൈറ്റാണ്. രക്ഷയില്ല. മച്ചാനോട് കിടന്ന് കഷ്ടപ്പെടണം. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് പണി കിട്ടി. നെറ്റൊന്നും ഊരിയിട്ട് കിട്ടണില്ല. എല്ലാം ഭയങ്കര ടൈറ്റാണ്. മച്ചാൻ പൊക്കി വെച്ചിട്ട് ഊരാൻ നോക്കിയിട്ടൊന്നും നടപടി ആവണില്ല. അങ്ങനെ ലീഫ് അവിടെ ഇട്ടിട്ട് ഷോക്കൊക്കെ ഊരിയിട്ട് ബാക്കി ഒന്നുകൂടി ലീഫ് അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറയുന്നത്. 440 അടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ പിന്നെ ലീഫ് ഊരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലീഫിൻ്റെ എല്ലാം ഞെട്ടും ഭയങ്കര ടൈറ്റാണ്. ഊരി കിട്ടുമെന്ന് നോക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് ഊരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാവും. അപ്പോൾ ഓരോ ഡ്രില്ല് മാറി മാറി ഇപ്പം അവിടെയുള്ള ഏറ്റവും വലിയ ഡ്രില്ല് കൊടുത്ത് വെച്ചിട്ടുള്ള പണിയാണ് ഇപ്പം ഈ കാണുന്നത്. അങ്ങനെ ലീഫിൻ്റെ ഉള്ളിലെ ഭാഗത്തെ സ്ക്രൂ നമുക്ക് ഊരി കിട്ടി. ഇനി 2 റൗണ്ട് ബാക്കിൽ നിന്ന് ഊരാനുണ്ട്. നെറ്റ് ഭയങ്കര ചൂടാണ്. എത്ര ഡ്രില്ലിട്ട് അടിച്ചടിച്ച് ഊരാൻ നോക്കിയിട്ട് ഇപ്പം എന്തായാലും ബാക്കിലെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിൽ അവർ വലിയ റേഞ്ച് ഇട്ടിട്ടാണ് അത് നോക്കുന്നത്. അത് വെച്ചിട്ട് ഊരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഡ്രില്ലിലേക്ക് പോകണം. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലിരുന്ന പോലത്തെ അല്ല ഒരു പൊസിഷനകത്ത് ഇരിക്കുന്നത്. നമുക്ക് അവിടെ വേറെ ഒന്നും കയറ്റിയിട്ട് പിടിക്കാൻ പറ്റില്ല. അടുത്ത ബോൾട്ട് പണി എന്നേക്കാണ്. ഈ ബോൾട്ടും വറുത്ത് വന്നില്ല. ഈ ബോൾട്ടും അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നതാണ്. ഈ ബോൾട്ടാണ് ഇപ്പൊ പണി തന്നാർന്നത്. അത് ഒരിടത്ത് ഇപ്പൊ അടുത്തത് അവര് പഠിച്ച പണി വന്നിട്ട് നോക്കണ്ട. ബാക്കില് ബോൾട്ട് വന്നില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് അവർക്ക് ആക്സസ് ഇല്ല. ഒരു സൈഡിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആകെ പെട്ടിരിക്കാണ്. സാധനം കൊണ്ടത് കാത്തിച്ച് പണ്ടറടക്കം വന്നു.
പുറത്തു വന്നില്ല. ഇതൊക്കെ പക്ഷെ ഇത് പുറത്തു വന്നില്ല. ഇനിയിപ്പോ ചൂടായിട്ട് സെറ്റാക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മ തീ വെച്ചിട്ട് ഫുള്ള് ചൂടാക്കിയിട്ട് ഊരാൻ നോക്കണേണ്. അവിടെ ഒരു അലുമിനിയത്തിന്റെ ഒരു പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഫ്യൂൾ ടാങ്ക് ഇരിക്കണത്. പ്ലാസ്റ്റിക് ഉരുകി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചൂടായിട്ടുണ്ടാവും. കത്തിക്കൊണ്ടേ കാണും. പെട്ടെന്ന് അടിക്കാൻ അടിച്ചിട്ടുണ്ട്. നോക്കിക്കോ. ആണോ? സ്ലീവും കൂടെ തിരിയല്ലേ? തിരിയാൻ പാടില്ല. ഇല്ല, സ്ലീവ് തിരിയുന്നില്ല. ആ സ്ലീവ് തിരിയുണ്ടല്ലോ. ഇതാണ് സ്ലീവ് ഈ കാണുന്നത്. അത് തിരിയണ തീയും തിരിയണ്ട. തീ പുഷുമല്ലേ? ആ കറുപ്പ് കണ്ണട നൂരിയെ ഇരുട്ടാ കണ്ടോ? അതിനിപ്പോ എന്നാ ചെയ്യാനൊക്കെ. അതാണ് പ്രശ്നം. അല്ല, ഞാൻ വേറെ കാര്യമുണ്ട്. ഗ്രിപ്പ് പ്ലെയറിന് കണക്ക് ഒരു പ്ലെയർ ഇട്ട് പിടിച്ചാലോ? വരുമോ? കണ്ടെന്ന് തോന്നണേ. അത്രയും കറങ്ങണ നിങ്ങൾക്ക് അത്രയും കൃത്യം വരത്തില്ല. ഉണ്ടല്ലേ? ഇപ്പോഴും കറങ്ങണ്ട. വേറെ കാര്യം നമുക്ക് ഇനി കറങ്ങുന്നതിന്റെ വലിയ കാണാൻ വെല്ലു മെഷീൻ എടുക്കുന്നത്. വെല്ലു മെഷീൻ എടുക്കണമെന്ന് ഇപ്പൊ കാക്കയിരിക്കും. കാക്കയില്ല. ഏതുമ്മ വെല്ലു മെഷീൻ എടുക്കണമെന്ന് കാക്കയിരിക്കും. ഇതാകുമ്പോ ഊരിട്ട് പിന്നെ കിട്ടിയണ്ട. ഇതോ അങ്ങനെ ഞെട്ടി ചൂടാക്കി നോക്കി, പിന്നെ അത് റാഞ്ചിട്ട് പിടിച്ചു നോക്കി, എന്നിട്ട് പിടിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം നമ്മൾ വെൽഡിംഗ് മെഷീൻ എടുത്തിടുന്നേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലീവ് കിടക്കുന്നുണ്ട്. ആ സ്ലീവ് ഒരു ചെറുതായിട്ടൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് പിടിക്കാനായിട്ടൊരു ഗ്രിപ്പ് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഞെട്ടിൻ്റെ ഒപ്പം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല. അപ്പം അതിനൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. തിരിയണില്ലേ? ബോൾട്ട് പുറത്തു എന്താ ഇത് കണ്ടത് ചെയ്യുന്നു. ഇത് പണി തീർത്തരാന്ന് പറഞ്ഞിട്ട് ഒരു പകുതി ദിവസം മുഴുവനും ഈ ഞെട്ട് പുറത്തെടുക്കാൻ വേണ്ടി നമ്മ കിടന്ന് കഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ ഒരു കളർ കണ്ട ഒരു 23 വർഷത്തോളം ഈ ബോൾട്ട് ഇതുമേന്ന് അഴിച്ചിട്ടില്ല. അത്ര വർഷം പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. നമ്മൾ അടുത്ത പ്രാവശ്യം ഇനി മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. ഇത്ര വർഷമായിട്ട് അത് ഉള്ളിലിരുന്ന് തുരുമ്പ് പിടിച്ച് എല്ലാം സ്റ്റക്കായി പോയി. എന്തായാലും ഊരി കിട്ടിയില്ല. പൊട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ഇതായേനെ. ബോൾട്ട് പൊട്ടാണ്ട് ഊരി പോന്നു. പണി കുറച്ച് ചെലവില്ല. ഇവിടെ വെച്ചേക്കണ്ടേ? ഞാൻ പൊക്കണോ? ബുദ്ധി നോക്കുന്ന കളി എല്ലാം നീ നോക്കി നിന്നാ മതി. ഞാൻ നോക്കി കുറച്ച് ബുദ്ധിയല്ലേ. ഇത് വേണ്ട, ദൂരെ എടുക്കണ്ടേ?
ഇത് ഊരി എടുക്കണ്ടേ? ഇതാണ് പുതിയ ഷോക്കും പഴയ ഷോക്കും. 1 2 3 4 5 പ്ലേറ്റ് ഇതിൽ വരുന്നുണ്ട്. 1 2 3 4 5 7 പ്ലേറ്റ്. അങ്ങനെ നമ്മ ലീഫ് ഫുള്ളായിട്ട് ഊരിയെടുത്ത് ലീഫ് ഷോക്കും ഊരിയെടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം അതുമെന്ന് കിട്ടാണ്ടായിട്ട് അതും കത്തിച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത്. ഇന്ന് വണ്ടി കിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വണ്ടി കിട്ടുന്നു. ഓൾറെഡി ടൈം ആയി. പിന്നെ ഈ ഒരു സൈഡിലെ ലീഫ് ഊരി എടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. അതിൻ്റെ ഫുൾ പാർട്ട് ഇപ്പോഴും ഊരിയിട്ടില്ല. അപ്പം അതിൻ്റെ പണികൾ നടക്കണേണ്. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സ്ലീവ് കൂടി ഊരിയെടുക്കണം. അത് നമ്മൾ ഇനി കട്ട് ചെയ്യാനായിട്ട് വേറെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഹൈഡ്രോളിക് ലൈക്ക് ബോർ വഴി നമ്മൾ തള്ളി പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പോയത് ഒരു ഓഫർ കണ്ടിട്ടായിരുന്നു. ഇവർ സ്റ്റോക്കിൻ്റെ പൈസ മാത്രമേ എടുത്ത് ബാക്കി പൈസ ലൈക്ക് എന്താ ലേബറിൻ്റെ പൈസ നല്ലപോലെ കുറച്ച് കൊടുക്കുന്ന ഒരു ഓഫർ കണ്ടിട്ടാണ് ഞാൻ പോയത്. ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ 3 വണ്ടി പണയുന്ന ഒരു ലേബർ വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. പേര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണോ? അപ്പുറത്ത് മര്യാദ കഴിഞ്ഞ് വന്നായിരുന്നു. ഗോൾഡ് പൊട്ടായിരുന്നു, ചൂടാക്കിയാണ് പൊട്ടിയാലും മനസ്സിലാവും. പൊട്ടിയ പിന്നെ വരേണ്ടി വരില്ലേ? പൊട്ടിയ പിന്നെ സാധനം വരേണ്ടി വരില്ലേ? സാധനം വരേണ്ടി വരില്ല. ഊര കിട്ടില്ല. ത്രെഡ് ചെയ്സുമല്ലോ, നെറ്റല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കട്ട് ചെയ്യേണ്ടി വരും. പണി പാളും. സംഭവം ഡ്യൂട്ടി ഓഫ് ചോദിച്ചാണോ? ഷോപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ പോയിട്ട് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്ത് രാത്രി മുഴുവൻ നിന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണം. ഇന്നലെ നീ രാത്രി ഫുള്ള് പണിയെടുത്തിട്ട് പണിയൊന്നുമില്ല. ഞങ്ങൾക്കുള്ള വേറെ വൈബായിരിക്കട്ടെ, അത് വേറെ. ഇതൊന്നും എപ്പോഴൊന്നും കിട്ടില്ല. ഇനി അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും. അങ്ങനെ ഒരു സൈഡിലെ ലീഫിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഷോക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കയറ്റി ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഈ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് നീറ്റായിട്ട് കിടന്നിരുന്ന ഒരു ഗ്യാരേജ് എന്നറിയും. ഇപ്പം എൻ്റെ വണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥലം മാത്രം ആകെ ഒരു അലങ്കോലമായിട്ട് കിടക്കാണ്. ഇപ്പുറത്തൊരു ഷോപ്പ് വയ്ക്കുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ട്, അവിടെ നീറ്റായിട്ട് കിടക്കുന്നത് നോക്കി. എൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഗ്യാസ് വെൽഡിങ് മെഷീൻ തൊട്ട് എല്ലാ വക സാധനങ്ങളും ഉണ്ട്. ആകെ അലങ്കോലമാക്കി ഇട്ടേക്കുന്ന സ്ഥലം. അതിപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത് പുറത്ത് വരാണ്ടായി കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യങ്ങൾ വന്നിട്ട് അത് ചെയ്ത് അവിടെ ഫുള്ളും വൃത്തിയായിട്ടും കാര്യങ്ങളായേക്കാണ്. ഇനിയിപ്പോൾ ലീഫ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് പോകണം. അടുത്ത സൈഡിൽ ഇതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. നമ്മ പേടിച്ച പോലെ തന്നെയായി. ഈ സൈഡിലെ ബോൾട്ട് പുറത്തിറങ്ങി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ ചെയ്യണമെന്ന് പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം കത്തിച്ചു പുറത്തിറങ്ങേണ്ടതായി കഴിഞ്ഞപ്പോൾ മെഷീൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വെച്ച് വെൽഡ് ചെയ്ത് ഇനി ആ സൈഡ് ഊരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഊരി കഴിഞ്ഞിട്ട് ഇനി അതിൽ നിന്ന് സ്ലീവും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ഇനിയും പണി കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വണ്ടി പുറത്തിറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുകൂടി ഒന്ന് ഊരി കഴിഞ്ഞിട്ട് ഇന്നത്തെ പണി തീർക്കാമെന്ന് അവർ പറഞ്ഞു. പിന്നെ ബാക്കി നാളെ വന്നിട്ട് ലീഫ് വയ്ക്കണം. ബാക്കി കുറച്ച് ഫ്രണ്ടിലെ കുറച്ച് സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ റെഡിയാക്കാനുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഇനിയിപ്പോൾ എന്തായാലും നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ദിവസം അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം സെക്കൻഡ് ഡേ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരോട് വണ്ടി കയറ്റിയത്. ഇതിപ്പോൾ എത്ര ടൈമായി. ഇത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ പ്രീ ഓൾഡായിട്ട് അല്ലെങ്കിൽ ഇത്ര ഓൾഡായിട്ടുള്ള ഒരു കാറിൻ്റെ പ്രശ്നമാണ്. എന്തായാലും നാളെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഇവിടെ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും. നമ്മുടെ 3ാമത്തെ ദിവസത്തിന്റെ പരിപാടിയൊക്കെ നടക്കണേന്. 3ാമത്തെ ദിവസമായി വണ്ടി ഇട്ടിട്ട് ഉറപ്പൊക്കെ കഴിഞ്ഞ് ബാക്കിൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടില് ടൈ റോഡ്, ലിങ്ക് റോഡ്, പിന്നെ സ്റ്റിയറിംഗ് ആർം എല്ലാം മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് പറയാം. ഇന്ന് ഇറക്കി കഴിഞ്ഞ് വണ്ടി ഇറക്കിയിട്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവരെന്തായാലും വണ്ടി ഇറക്കി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട്
വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. കിടക്കുന്ന വണ്ടിയുടെ വീഡിയോസ് നമുക്ക് ഈ പണികൾ അവർ തീർന്നിട്ടുണ്ട്. ഇത് ലിങ്ക് റോഡാണ്. ലിങ്ക് റോഡിന്റെ കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ട്. ലിങ്ക് റോഡ് കംപ്ലീറ്റ്ലി മാറ്റി പുതിയ വെച്ച് അത് രണ്ട് സൈഡിലും മാറി. ലിങ്ക് റോഡ് മാറി കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ടയർ റോഡിന്റെ രണ്ട് എൻഡ് മാറിയിട്ടുണ്ട്. ഈ എൻഡ് പുതിയത് ഇട്ടേക്കണേ, ഈ എൻഡും പുതിയത് ഇട്ടേക്കണേ. അതേപോലെ അടുത്ത് പറഞ്ഞ ഡ്രാഗ്ലിങ്ക് ആണ്. ഡ്രാഗ്ലിങ്കിന്റെ എൻഡ് അല്ല, ഫുള്ള് ഡ്രാഗ്ലിങ്ക് മാറിയിട്ടുണ്ട്. ഈ എൻഡാണ് ഡ്രാഗ്ലിങ്ങിന്റെ. പിന്നെ ഇത് മാത്രമേ ഇതിന്റെ ഓൾഡ് വന്നുള്ളൂ. അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കംപ്ലീറ്റ് ഡ്രാഗ്ലിങ്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറാമ രണ്ടും പുതിയതാണ്. അപ്പുറാമ കംപ്ലീറ്റ് രണ്ടും മാറി. അപ്പുറാമ കുഴപ്പമില്ല പറഞ്ഞു. അപ്പുറാമ ഇവിടുന്ന് പോകണം, അപ്പുറാമ ഫുള്ള് ഇവിടുന്ന് തന്നെ ഉള്ളു. അപ്പുറാമ രണ്ടും മാറി, രണ്ടപ്പുറാമും മാറിയിട്ടുണ്ട്. വേറെ ബാക്കി നമ്മ വന്ന ബുഷും കാര്യങ്ങളൊക്കെ, ഈ ബുഷ് ഇതൊക്കെ മാറി ഓയിൽ കൊടുത്ത് ഗ്രീസ് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവര്. പിന്നെ ബാക്കി വന്ന ലോവർ ആമിന്റെ ബുഷൊക്കെ അവർ ഓൾറെഡി ഗ്രീസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബുഷ് മാറിയിട്ടില്ല, അത് കുഴപ്പമില്ല ബുഷ്. ഇത് വന്നതിന്റെ മുകളിലെ ഞെട്ട് ലൂസ്, ലൈക്ക് നമുക്കത് റീച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് ഇവിടുന്ന് ഈ വെൽഡിങ്ങിന്റെ ഈ റോഡ് എടുത്തിട്ട് അതുമ്മേ ഞെട്ടി പിടിപ്പിച്ചിട്ട് അതവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അവര് ഇത് ചെയ്ത് നല്ല പണി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ചെയ്തേക്കണേ. ഈ സൈഡിലായാലും ഈ സൈഡിലും. ഇതിന് ഈ റോഡ് അവർ കട്ട് ചെയ്ത് കളയും, പക്ഷെ അത് കംപ്ലീറ്റ്ലി അവിടെ എടുക്കാൻ പറ്റില്ല. ഇട്ടേക്കണ ബോൾട്ടും പിടിപ്പിച്ച് വെച്ചേക്കാണ് ഓൾറെഡി. ലൈക്ക് കൈ എത്താഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് വേണം ഇവിടേക്ക് എത്തിക്കാനായിട്ട്. ഭയങ്കര ഫാറായോണ്ട് അവരങ്ങനെ ചെയ്തിട്ടില്ല. ഒരു വെൽഡ് ചെയ്തിട്ട് റെഡിയാക്കി ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇറങ്ങിക്കൊണ്ടുപോകും. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി നിലം തുടർന്നാണ്. 3 ദിവസമായി ഇതിന് മുകളിൽ കയറിയിട്ട്. ഇന്ന് നമ്മുടെ പണി തീർന്ന് നമ്മുടെ പയ്യൻ താഴെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ആദ്യം അവർ കൊണ്ടിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളും റെഡിയാക്കും. അതിന് ശേഷം നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് പോകും. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് ഇന്ന് പുറത്തിറങ്ങും. അപ്പം എന്നാൽ പുറത്തിറങ്ങാൻ പറ്റട്ടെന്ന് നമുക്ക് വിചാരിക്കാം. 3 ദിവസമായാലും ഇവിടെ ഒന്ന് ഈ പണിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഇവിടുന്ന് നേരെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നേരെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ മാനേജറായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോകും. അതോടും കഴിഞ്ഞ് വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ടെന്ന് വിചാരിക്കാം. അലൈൻമെൻറ്റിൽ പോയിട്ട് എന്തായാലും വണ്ടി വരട്ടെ. Little tight. Which one, the belt? This one buckle. Actually, the right buckle is in the back. I am used to this car. In my blood, you will find Jeep. You will not find blood inside. You make me
There is no sound and everything different. Yeah. Try to maintain car one place. Okay. Okay. Not jump 10 places going little. Then something will spoil. Then there will be always blame game. We need it like whether you repair with me or you repair anywhere. Better keep not many people. Okay, because you will know them, they will know you. Yeah. This car, if you are keeping, don't put too much money altogether. Only as and when required. Okay. Because this is like, especially this model, the more you give, the more you feed, it will last more. Okay. So feed limited only. This is the old car, okay, 20 years old. Yes. You cannot make it brand new, or you cannot. It will not give you a feel of a brand new Grand Cherokee. This is little rough and tough car. It's a normal behavior characteristic of the car. Yes. Before only I told you that don't expect too much, that you will spend 5,000-10,000 and the drive will change. It will become more competition capable. This is a very strong car, especially for extreme terrains. So it will face the challenges, it will be much better. But road driving, it will not give you comfort. This is two-wheel drive, huh? I did not even engage. It's good, very good. This is very soft sand, huh? If you don't engage four-wheel before here, you will get stuck. Because this car don't have traction. If you have traction, then it will get stuck. Because air also full, no deflation. You got it all inside of you. Feel it to be true. And when you dance, I'm in the group. You make me move. You make me move. You got it all inside of you. Feel it to be true. And when you dance, I'm in the group. You make me move. You make me move. Oh my God. I have no idea where are we? This is only little small trailer. One day I will show you full movie. Here at least you are lucky, you can see the road. I'm really surprised how the car changed. Performance? Performance, so much sounds and everything, it's gone. It's like very smooth now. Before, this is one of the best Jeeps. Before I was working for Jeep. I worked for Jeep 15 years. 15 years. All the employees know, all my guys, they used to drive this car. Why? Because they are getting very cheap. And maintenance anyway, we are working for Jeep, so maintenance is free. Only thing, we used to get this car for 5,000. Very clean cars we used to get. Sometimes customer selling, sometimes you will get something. Nobody buy this car more than 7,000-8,000 dirhams. And when they are selling it 20,000. But I bought for 70. Yeah, you told me that day, 17, 18. That is the right price for this model.
Because this 5,000, 7,000, 8,000, this price you will get by chance. The value of that car is 5 to 7,000. But if somebody wants to use it, somebody who knows this car, okay, somebody who needs this particular model, he will willing to pay 20. Especially Omanis, they will stop you and they will ask you for this car. Too much popular this car in Oman. Oman. I will show you one picture now. We have had many memories with this car. They say eat, sleep, jeep and repeat, no? All my group was having this car. Only one was TJ, right? It's all XJs. Before I was like, I don't have the full confidence for this car. Like so much sound and it's not that it's very old. After you gave me this drive, I was like, oh my god, this car can drive like this so much good. I never expect I can go this much. Very capable. This car can do wonders. So I'm telling you, I cannot do even 1%. This car is extreme. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേണ് ഗ്യാരേജിൽ നിന്ന്. വണ്ടി പുള്ളി ഡ്രൈവിനെ കൊണ്ട് രക്ഷയില്ല. ഞാനാകെ വണ്ടി അതിശയിച്ചിരിക്കുന്നു. വണ്ടി കിടക്കുന്നു. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ സീനാക്കിയിട്ടുണ്ട്. പണ്ടത്തെ സൗണ്ട് എല്ലാം പോയി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലാനിലുണ്ടായ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇവിടെ തീരുന്നതാണ്. അയൺമാൻ സസ്പെൻഷൻ. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ JJ and this JJ Vlog signing off.